ജീവന് തുല്യം സ്നേഹിച്ച കൂട്ടുകാർ ഒടുവിൽ മരണത്തിലും ഒരുമിച്ച് യാത്രയായി. മലയൻകീഴിൽ നിന്നും നെയ്യാർ ഡാമിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെയുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞത് നാടിന്റെ പ്രിയപ്പെട്ട രണ്ടു ചെറുപ്പക്കാരുടെ ജീവനുകളാണ്. ഒരു നാടിന്റെയാകെ നോവായി മാറിയ ആ ദുരന്ത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. എന്തു കാര്യത്തിനും എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന 4 സുഹൃത്തുക്കൾ: അജിൻ, സനുഷ്, അനന്തു, അക്ഷയ്. ഇവരുടെ ആത്മബന്ധത്തിന് മുന്നിൽ പ്രായം വെറുമൊരു അക്കമായിരുന്നു. ഇന്നലെ ഇവർ 2 ബൈക്കുകളിലായി നെയ്യാർ ഡാമിലേക്ക് പുറപ്പെട്ടതാണ് ആ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിൽ കലാശിച്ചത്. അക്ഷയുടെ പുതിയ ബൈക്കിൽ അനന്തുവും അജിന്റെ ബൈക്കിൽ സനുഷുമായിരുന്നു യാത്ര ചെയ്തത്. കാട്ടാക്കട പൊട്ടൻകാവിൽ വെച്ച് അജിൻ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൊട്ടു പിന്നാലെ എത്തിയ മറ്റ് 2 സുഹൃത്തുക്കൾക്കും ആദ്യ നിമിഷങ്ങളിൽ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലായിരുന്നില്ല. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെന്ന യാഥാർത്ഥ്യം ആ ചെറുപ്പക്കാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. അഗ്നിരക്ഷാ സേനയിലെ മികച്ചൊരു സിവിൽ ഡിഫൻസ് അംഗത്തെ കൂടിയാണ് അജിന്റെ വിയോഗത്തിലൂടെ നാടിന് നഷ്ടമായത്. അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ 4 വർഷമായി സിവിൽ ഡിഫൻസിൽ സജീവമായിരുന്ന ഈ ബിടെക് ബിരുദധാരി സേവന പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. ചോര വാർന്നു കിടന്ന അജിനെ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തിയതും കാട്ടാക്കട അഗ്നിരക്ഷാ സേനയായിരുന്നു എന്നത് മറ്റൊരു നൊമ്പരമായി. ഗുരുതരമായ പരിക്കുകൾ കാരണം ആദ്യം ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് പിടഞ്ഞു വീണത് തങ്ങളുടെ സഹപ്രവർത്തകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. മറുവശത്ത് സനുഷിന്റെ വീട്ടിലെ കാഴ്ച ഏവരുടെയും കരളലിയിക്കുന്നതാണ്. അസുഖബാധിതനായി ആശുപത്രിയിലായിരിക്കുന്ന അമ്മ മക്കളെ കാണാനായി ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങി വീട്ടിലെത്തിയതായിരുന്നു. വരുന്ന വഴിയിൽ കഴിക്കാനായി വാങ്ങിയ പൊതിച്ചോറ് തുറക്കും മുൻപെയാണ് ഇളയ മകന്റെ മരണവാർത്ത ആ മാതാപിതാക്കളെ തേടിയെത്തിയത്. ദുഃഖം തളം കെട്ടിയ ആ വീട്ടിൽ ഇന്നലെ രാത്രി വൈകിയും ആ പൊതിച്ചോറ് ആരും തൊടാതെ ഇരിപ്പുണ്ടായിരുന്നു. വിളവൂർക്കൽ പഞ്ചായത്തിലെ സനുഷിന്റെയും തൊട്ടടുത്ത വേങ്ങൂർ വാർഡിലെ അജിന്റെയും അകാല വിയോഗം ആ നാടിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.